ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ നിങ്ങൾ മിക്കവാറും ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് ഇല്ല, അതൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെരി പെരി എഗ് പോളയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഐറ്റം ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പെരി പെരി എഗ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അത്യാവശ്യം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് 3 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായത്. അത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവർ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം, നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു പെരി പെരി മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പെരി പെരി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ അത്യാവശ്യം എരിവുള്ള നമ്മുടെ വറ്റൽമുളകില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 20 മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 12 മുളകാണ് എടുത്തിട്ടുള്ളത്. 12 മുതൽ 15 വരെ എടുക്കുക കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ ഇനി ഈ ഒരു വെള്ളം കളഞ്ഞിട്ട് മുളക് മാത്രം എടുത്തിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു 1/4 ഭാഗത്തോളം സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 കപ്പ് നിറയെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അടുത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ് പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇല്ല നമ്മൾ പിസയ്ക്ക് ചേർക്കുന്നത്, അത് നിർബന്ധമായിട്ട് ചേർക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ സൈസ് ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ, ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഇതാ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ പെരി പെരി മസാല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഫില്ലിങ് റെഡിയാക്കി തുടങ്ങാം. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഏകദേശം 2-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിലേക്ക്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടും ഒരു 2 കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ആവണമെന്നൊന്നുമില്ല, ചെറിയ രീതിയിൽ എന്നാൽ വാടി വരുവും വേണം. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നമ്മുടെ വെജീസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പെരി പെരി മസാലയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ല അതും കൂടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ മുട്ട ഓവറായിട്ട് അങ്ങനെ ഉടയാതെ മിക്സ് ചെയ്യണേ പതുക്കെ. പക്ഷേ ഈ ഒരു മസാല നമ്മുടെ മുട്ടയിലും കൂടി നന്നായിട്ട് പിടിച്ച് കിട്ടുകയും വേണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട. ആ ഒരു മസാലയുടെ പച്ച ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടുക, അത്രയും പരിപാടികളും കേട്ടോ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ മുട്ടയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്രയുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാലാണ് ചേർക്കുന്നത്. പാലെടുക്കുമ്പോൾ 1 കപ്പ് ഒഴിച്ചിട്ട് പിന്നീട് 1/4 കപ്പ് ഒഴിച്ചാലും മതി നോക്കിയിട്ട്, കാരണം ഓരോ പൊടിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുവേ. അപ്പോൾ ഞാനിത് 1/4 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ 1/2 to 1/4 കപ്പ് വരെ ഒഴിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിലുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ഒട്ടും തന്നെ തരികളില്ലാതെ അരിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോള സെറ്റ് ചെയ്ത് തുടങ്ങാം.
അങ്ങനെ ഇതാ നമ്മുടെ പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഇല്ല, അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് നേരെ പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പകുതി അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ, നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിക്കാനുള്ളതാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് സൈഡൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഓവറായിട്ട് ഉറക്കാൻ പാടില്ല. ഫസ്റ്റ് ലെയർ സൈഡൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ മാത്രം ചെയ്യാം. അങ്ങനെ ഇത് ഏകദേശം 2-2.5 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനെ കണ്ടില്ല സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ സൈഡിലേക്കായിട്ട് ഓവറായിട്ട് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയറും കൂടി ഒഴിക്കുന്ന സമയത്ത് ഫില്ലിങ് പുറമേ ആയിട്ട് കാണും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ, ഞാൻ ചെയ്ത് കൊടുത്ത പോലെ. അങ്ങനെ ഇതുപോലെ മൊത്തത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടി ഇതാ സൈഡിൽ കൂടിയായിട്ട് ആദ്യം ഒഴിച്ച് തുടങ്ങുക കേട്ടോ, ആ വട്ടത്തിൽ. അതിനുശേഷം മിഡിലായിട്ട് വരിക. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചില്ലി ഫ്ലേക്സ് അല്ലേ നമ്മുടെ ഉണക്കമുളക് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറുതായിട്ട് കട്ടിയിട്ട് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ. ക്യാപ്സിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഞാൻ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി കിടക്കുന്ന പാനാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് വേണം നമുക്കൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി. ചിലപ്പോൾ 30 മിനിറ്റ് വരെ വേണ്ടി വരും കേട്ടോ. നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും ഫ്ലെയിമിൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരും. അങ്ങനെ ഇത് 25-26 മിനിറ്റ് ആകുമ്പോഴാണ് എൻ്റെ പോള നോക്കി അത്യാവശ്യം നന്നായിട്ട് വീർത്ത് പൊങ്ങി സെറ്റായിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് വേറൊരു പാനിൽ ഞാൻ ഇതുപോലെ നെയ്യ് തടവിയിട്ട് ഒന്ന് തിരിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം, കാരണം ഉള്ളൊക്കെ ഓൾറെഡി അത്യാവശ്യം വെന്തതാണ്. അപ്പോൾ നോക്കി അടിയിലൊന്നും കരിയാതെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഒരു കേക്കിൻ്റെ ആ ഒരു രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെർവ് ചെയ്ത് ടോട്ടൽ എനിക്ക് 30-31 മിനിറ്റാണ് കേട്ടോ ഈ ഒരു പോള റെഡി ആവാൻ വേണ്ടി ആവശ്യമായിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നിട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ കുറേ മുന്നേ ഒരു പെരി ചിക്കൻ പോള ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള വേർഷനാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തും കൂടി കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്